ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ബിഗ് ബോസ് സീസൺ 8ൻ്റെ അഗ്നി പരീക്ഷ മലയാളത്തിൽ നടക്കാൻ പോവുകയാണ്. ഓഗസ്റ്റ് 15-ന് അത് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രമോ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ബിഗ് ബോസിൻ്റെ ഈ ഒരു അഗ്നി പരീക്ഷ ഓൾറെഡി തെലുങ്കിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ തെലുങ്ക് ബിഗ് ബോസിൽ എന്തൊക്കെയാണ് നടത്തിയിട്ടുള്ളതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. തീർച്ചയായും ബിഗ് ബോസ് തെലുങ്ക് സീസൺ 9ലെ അഗ്നി പരീക്ഷ ഒരു സാധാരണ ടാസ്ക് ആയിരുന്നില്ല. ബിഗ് ബോസ് ഹൗസിലേക്ക് കോമനേഴ്സിന് പ്രവേശനം നേടിക്കൊടുക്കുവാനുള്ള ഒരു പ്രത്യേക പ്രീ ഷോ ഒരു സെലക്ഷൻ പ്രോസസ്സായിരുന്നു അത്. 2025 ഓഗസ്റ്റ് 22 മുതൽ സെപ്റ്റംബർ 5 വരെ ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഇത് നടന്നത്. ആദ്യം ഏകദേശം ഒരു 45 കോമണേഴ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടു. വിവിധ ഘട്ടങ്ങളിലായി ടോപ്പ് 15ലേക്ക് എത്തിച്ചു. ഇനി അഗ്നി പരീക്ഷ എന്തായിരുന്നു എന്ന് നോക്കാം. ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ബിഗ് ബോസ് ഹൗസിലേക്ക് വരാൻ നിങ്ങൾക്ക് എന്താണ് കഴിവ് എന്ന് പരിശോധിക്കുക. അതുകൊണ്ട് ഫിസിക്കൽ സ്ട്രെങ്ത് മാത്രം നോക്കിയല്ല, മെൻ്റൽ എബിലിറ്റി, കമ്മ്യൂണിക്കേഷൻ, ഇമോഷണൽ സ്ട്രെങ്ത്, എൻ്റർടൈൻമെൻറ്റ് വാല്യൂ, ടാസ്ക് പെർഫോമൻസ് എന്നിവയെല്ലാം പരിശോധിച്ച് ജഡ്ജസ് ഗ്രീൻ ഫ്ലാഗ് നൽകിയാൽ മുന്നോട്ട് പോകാം. റെഡ് ഫ്ലാഗ് വന്നാൽ പുറത്താകാനാണ് സാധ്യതയായിരുന്നു. ഇനി ജഡ്ജസ് ആരൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. മുൻപ് ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ആയിരുന്ന പ്രധാന ജഡ്ജസ് ആയിരുന്നു അഭിജിത്ത്, ബിഗ് ബോസ് സീസൺ 4ലെ വിന്നറായിരുന്നു. അതേപോലെ ബിന്ദു മാധവി OTT വിന്നറായിരുന്നു. നവനീപ് ബിഗ് ബോസ് തെലുങ്ക് സീസൺ 1ലെ ഒരു പ്രമുഖ ഫൈനലിസ്റ്റ് ആയിരുന്നു. ഷോ ഹോസ്റ്റ് ചെയ്തത് ശ്രീമുഖി ആയിരുന്നു. ഇവരുടെ കോമ്പിനേഷൻ തന്നെയാണ് ഇൻട്രസ്റ്റിംഗ് ആക്കിയത്. ഒരാൾ ഗെയിം പ്ലേ, മെൻ്റൽ അപ്രോച്ച് നോക്കുമ്പോൾ മറ്റൊരാൾ കോൺഫിഡൻസ്, ഡിറ്റർമിനേഷൻ, എൻ്റർടൈൻമെൻറ്റ്, പേഴ്സണാലിറ്റി തുടങ്ങിയ കാര്യങ്ങൾ വിലയിരുത്തുന്ന രീതിയിലായിരുന്നു. ഇനി ടാസ്ക് എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. അഗ്നി പരീക്ഷയിലെ ടാസ്ക് ഒരേ തരത്തിലുള്ളതായിരുന്നില്ല. കോണ്ടസ്റ്റൻസിൻ്റെ വ്യത്യസ്ത കഴിവുകൾ ടെസ്റ്റ് ചെയ്യുകയായിരുന്നു. ഫിസിക്കൽ ടാസ്ക്, സ്ട്രെങ്ത്, സ്റ്റാമിന, ഡിറ്റർമിനേഷൻ എന്നിവ നോക്കുന്ന ചാലഞ്ചസ് ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ശ്വേത റെഡ്ഡി ഫിംഗർ പുഷപ്പ് വഴി ജഡ്ജസിനെ ഇംപ്രസ് ചെയ്തിരുന്നു. റോൾ പ്ലേ ഓർ പെർഫോമൻസ്, ഡെമോൻ പവൻ ഒരു റോൾ പ്ലേ പ്ലസ് ഫിസിക്കൽ ചാലഞ്ചിൽ മികച്ച പ്രകടനം നടത്തി ടോപ്പ് 15ലേക്ക് നേരത്തെ തന്നെ സ്ഥാനമുറപ്പിച്ചിരുന്നു. ഡിബേറ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, 19 വയസ്സുകാരായ ശ്രേയ ശ്രീമുഖിയുമായുള്ള ഡിബേറ്റിൽ കോൺഫിഡൻസും ക്ലാരിറ്റിയും കാണിച്ച് ജഡ്ജസിനെ ഇംപ്രസ് ചെയ്തു. ഇമോഷണൽ ഓർ പേഴ്സണൽ സ്റ്റോറി ടെല്ലിംഗ്, കോണ്ടസ്റ്റൻസിൻ്റെ ജീവിതകഥ, ഇമോഷണൽ, പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നിവ വിലയിരുത്തി അനുഷ രത്നം തൻ്റെ പേഴ്സണൽ സ്റ്റോറി അവതരിപ്പിച്ച് ഗ്രീൻ ഫ്ലാഗ് നേടിയിരുന്നു. ടീം ടാസ്ക് ആൻഡ് കോമ്പറ്റീഷൻ റൗണ്ട്, ടോപ്പ് 15ലെത്തിയ ശേഷം ടീം ബേസ്ഡ് ടാസ്ക് പേയേഴ്സ്, ഇൻഡിവിജ്വൽ ചാലഞ്ചസ് തുടങ്ങിയ പല ഘട്ടങ്ങളും ഉണ്ടായിരുന്നു. ബെസ്റ്റ് പെർഫോമർ, ബെസ്റ്റ് പ്ലെയർ, വേഴ്സ്റ്റ് പ്ലെയർ തുടങ്ങിയ റെക്കഗ്നേഷനും നൽകി. യെല്ലോ കാർഡ്, റെഡ് കാർഡ് സിസ്റ്റം വഴിയും എലിമിനേഷൻ നടന്നു. പിന്നെ അഗ്നി പരീക്ഷയിലെ വിന്നർ ആരാണ്? ഇവിടെ ഒരു ചെറിയ ഇമ്പോർട്ടൻസ് ക്ലാരിഫിക്കേഷൻ ഉണ്ട്. അഗ്നി പരീക്ഷയ്ക്ക് ഒരു സിംഗിൾ വിന്നർ എന്ന രീതിയിലല്ല ഫോർമാറ്റ്. ഇതിൻ്റെ ലക്ഷ്യം ബിഗ് ബോസ് സീസൺ 9ലേക്ക് കോമണേഴ്സ് കണ്ടസ്റ്റൻസിനെ തിരഞ്ഞെടുക്കുക എന്നായിരുന്നു. അവസാനം 6 കോമണർ ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തി. പബ്ലിക് വോട്ടിംഗ് വഴി കല്യാൺ പഡ്ല, പ്രിയ, ഡെമോൺ പവൻ എത്തി. ജൂറി സെലക്ഷൻ വഴി ഹരിത ഹരീഷ്, മര്യാദ മനീഷ്, ശ്രീജ ദാമു എന്നിവരും എത്തി. അതിനാൽ അഗ്നി പരീക്ഷ വിന്നർ എന്ന് പറയുമ്പോൾ ഡേമോൺ പവനെ പോലെ ഇൻഡിവിജ്വലിനെ നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിലും ടെക്നിക്കലി ഷോസിൻ്റെ ഔട്ട്കം ഒരു സിംഗിൾ വിന്നർ ആയിരുന്നില്ല. കോമണേഴ്സിൽ നിന്ന് ബിഗ് ബോസ് ഹൗസിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട കണ്ടസ്റ്റൻസ് ആയിരുന്നു യഥാർത്ഥ റിസൾട്ട്. അപ്പോൾ അഗ്നി പരീക്ഷയിൽ നിന്ന് നമ്മൾക്കും പ്രതീക്ഷിക്കാം ഒന്നോ അതിൽ കൂടുതലോ കണ്ടസ്റ്റൻസിനെ മലയാളം ബിഗ് ബോസ് ഹൗസിലേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. ഇതേപോലെ പുതിയ വീഡിയോസുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.